ദിലീപ് പ്രതി ചേർക്കപ്പെടുമ്പോൾ സിനിമയിലെ മുടിചൂടാ മന്നനായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് മെഗാസ്റ്റാറുകളെങ്കിലും ദിലീപിനായിരുന്നു സിനിമാ ലോകത്തിന് നിയന്ത്രണം. അതിനൊക്കെ അർദ്ധവിരാമമിടുകയായിരുന്നു ദിലീപിന്റെ ആ കേസ്. കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് തന്റെ കരിയർ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ഇനിയൊരു കുതിപ്പിനായിരിക്കും ദിലീപിന്റെ പരിശ്രമം. എന്നാൽ പ്രോസിക്യൂഷൻ ഈ വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് തീർച്ചയാണ്. ഹൈക്കോടതിയിൽ പോയി അവരുടെ വാദഗതികൾ മുമ്പോട്ട് വയ്ക്കും. എന്നാൽ അതൊക്കെ എത്രമാത്രം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദിലീപിന് മേൽ ചുമത്തപ്പെട്ടത് ബലാത്സംഗ കുറ്റമല്ല, ബലാത്സംഗ ഗൂഢാലോചനയാണ്. ഗൂഢാലോചന കുറ്റം തെളിയുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. പൾസർ സുനിയുടെ വാക്ക് കോടതിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളിൽ ദിലീപ് കുറ്റം ചെയ്തതായി പറയുന്നേയില്ല. കുറ്റം ചെയ്യിപ്പിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നാണ്. അതിന് വ്യക്തമായ തെളിവില്ലാത്തിടത്തോളം കാലം ഒരാളെയും ശിക്ഷിക്കുക പ്രയാസമാണ്. ഗൂഢാലോചന കുറ്റകൃത്യങ്ങളിൽ പൊതുവെ ആളുകൾ ഒഴിവാക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇവിടെയും ദിലീപിന് സംഭവിച്ചത് അതാണ്. ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തഭിപ്രായവും പറയാം, വാർത്തകൾ എങ്ങനെയും എഴുതാം. എന്നാൽ കോടതിക്ക് അവരുടെ മുമ്പിലുള്ള മെറിറ്റ് നോക്കി വിധി പറയാൻ കഴിയൂ. മെറിറ്റ് എന്ന് പറയുന്നത് എവിഡൻസ് ആണ്. അതും ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചുള്ള എവിഡൻസ്. ആ എവിഡൻസ് ലഭ്യമല്ലാത്തതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു.